ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നൊരു കിടലിനായിട്ടുള്ള ഒരു ഡിവിഷൻ മാച്ച് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നമുക്ക് ആ ഡിവിഷൻ മാച്ചിലേക്ക് പോകും. അപ്പോൾ ഗൈസ് എന്തായാലും ഈ ഒരു മാച്ച് എന്താ പറയുക, നമ്മുടെ ലിവാക്കോവിച്ചും അതുപോലെ തന്നെ പുതിയൊരു മാനേജറായിട്ട് നമ്മുടെ ക്ലൂവായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് മച്ചാമാരെ. അതുപോലെ തന്നെ നിങ്ങൾ ആരെ എടുത്താൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം ഇന്ന് ലൂക്കാ മോഡ്രിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്തു, ഉറപ്പായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ മച്ചാമാരെ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റേഡിയം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഓപ്പോണൻ്റെ സ്ക്വാഡ് എങ്ങനെയുണ്ടെന്നോ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ആണെങ്കിൽ ഓൾറെഡി നമുക്ക് ഇനിയിപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാൻ കിട്ടും. കാരണം ഓൾറെഡി നമ്മുടെ സ്ക്വാഡിനനുസരിച്ച് നമുക്ക് എന്തായാലും കിട്ടും ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഓപ്പോണൻ്റെ സ്ക്വാഡ് എന്താണെന്ന് മച്ചാമാരെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ക്ലൂവായിട്ടാണ്, ഡബിൾ ബൂസ്റ്റർ ക്ലൂവായിട്ടും അതേപോലെ തന്നെ എൻ്റെ മച്ചാമാരെ നമ്മുടെ പോർച്ചുഗലിൽ അത്യാവശ്യം ടീമുണ്ട്. നമ്മുടെ കോസ്റ്റ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ കോസ്റ്റ ഉണ്ട്, വിക്ടർ ബൈ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ലിവാക്കോവിച്ച് ഇൻറ്റു നമ്മുടെ ഡിയോ കോസ്റ്റൻ്റെ ഒരു കിടിലൻ മാച്ച് ആയിരിക്കും. അപ്പം ക്ലൂവായിട്ടിന് നമ്മൾ ഇതുവരെ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു അടിപൊളി മാച്ചാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ മച്ചാമാരെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നു നമ്മുടെ 2 ചാനലിൽ. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം. പൈ ടു ബെക്കംബർ, കാർലോസ്, ഗ്രീസ്മെൻ ടു നമുക്ക് നോക്കാം. ഗ്രീസ്മെൻ ടു റിക്യുപ്പൈ മച്ചാമാരെ, ഈ ഒരു കിടിലൻ മാച്ച് കേട്ടോ. നോക്കാം നമുക്ക് സുവാരസ് സലിബ ഉണ്ട്. സലിബ നമ്മളെ ബ്ലോക്കാക്കി ഗൈസ്. പാമർ ഗൈസ് കിട്ടിയിട്ടുണ്ട്. റിക്യുപ്പൈ ടു സുവാരസ്. ഓക്കെ, ഒരു ഷോട്ട് അടിച്ചു നോക്കാം ഗൈസ്. അത് വളഞ്ഞു പോയോ ഗൈസ്? നല്ലൊരു ഷോട്ടായിരുന്നു മച്ചാമാരെ. ഞാൻ ഗോള് കയറുന്നു വിചാരിച്ചു, കയറിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ വിക്ടർ ബി അടിക്കട്ടെ. മിക്കവാറും ഡിയോഗോ കോസ്റ്റന് ഇവരൊരു സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഇറക്കും നമുക്ക് വിചാരിക്കും നമ്മുടെ എന്താ പറയുക ഓപ്പോണൻറ്റ് ഗൈസ്. അപ്പോൾ കൗണ്ടെ ടു പാമർ ടു വിറ്റിൻഹ. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ ഏതായത് ഡിവിഷൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോഴും സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. മച്ചാമാരെ പോയിടാം, കൗണ്ട് ഇടാൻ പോവാണ് ഗൈസ്. അപ്പോൾ നല്ല കിടിലൻ പാക്കുകളും അറിഞ്ഞു. ഇനിയിപ്പം നിങ്ങൾക്ക് എത്ര കോയിൻ ഉണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ മച്ചാമാരെ. നമുക്ക് നോക്കാം എത്ര പേർക്ക് എത്ര കോയിനാണെന്ന്. ഓക്കെ, ഗ്രീസ്മെൻ ടു ബാക്കൗട്ട് ജെറാഡ് ടു റോബർട്ടോ കാർലോസ് ടു ഗ്രീസ്മെൻ ടു റിക്യുപ്പൈ. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു ത്രോ കൊടുത്ത് നോക്കാം. എടാ അതാരാ റൂബൻ ഡയസ് ഗൈസ്. ഗൈസ് ഇതേത് പ്ലെയർ ഓർക്കുമല്ലോ ഗൈസ്. അപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ടൊരു ചാൻസ്. റിക്യുപ്പൈ ടു നമ്മുടെ മെസ്സി. ഓക്കെ, മെസ്സിക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സുവാരസ്. എടാ ഇതെന്താ പരിപാടി ഇത് ഗൈസ്? ഇപ്പം 2ാമത്തെ പ്രാവശ്യം പോസ്റ്റ് പോയി. എൻ്റെ പൊന്നും, നമ്മൾ പോസ്റ്റ് നോക്കിയാണല്ലോ അടിച്ചത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. അത് ആ വഴിക്ക് പോയി. വിക്ടർ വിയ ടു ജുവാൻ സെബാസ്റ്റ്യൻ. പുതിയ കുറേ പ്ലേയേഴ്സ് പോലെ ഉണ്ട്. കൗണ്ടെ ടു നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പാമർ ടു നമുക്ക് നോക്കാം. വീണ്ടും കൗണ്ടെ ടു പാമർ ടു വിറ്റിൻഹ ഗൈസ്. ഒന്നര കയറി വരുന്നുണ്ടല്ലോ. ഓക്കെ, ഇറക്കിപ്പോൾ എടുത്തിട്ടുണ്ട്. ജെറാഡ് ടു ഡേവിഡ് ബെക്കാം ടു നമ്മുടെ മെസ്സി ടു സുവാരസ് അണ്ണൻ ഉറക്കുൻ ഗൈസ്. കുറേ പുതിയ പ്ലേയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഉറക്കുൻ ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ടു വീണ്ടും നമുക്ക് ഗ്രീസ്മെൻ ടു കാർലോസ് ടു പാമർ. പോയടാ ഗൈസ്. അതെന്ന് വെച്ചാൽ പാസ് ചെയ്യുന്നുണ്ട്. വിറ്റിൻഹ റിക്യുപ്പൈ. ഓക്കെ, ഗ്രീസ്മെൻ അല്ല ഡേവിഡ് ബെക്കാം എടുത്തിട്ടുണ്ട്. റിക്യുപ്പൈ ടു മച്ചാമാരെ. റിക്യുപ്പൈ അത്യാവശ്യം നന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എടുക്കാം. കാരണം നല്ലൊരു എന്താ പറയുക, ഇത് തന്നെയാണ്, നല്ലൊരു പ്ലെയർ തന്നെയാണ് റിക്യുപ്പൈ. നിങ്ങൾക്ക് എന്തായാലും ഉപയോഗിക്കാം. മാച്ചുകളിലൊക്കെ കൂടുതൽ അടിപൊളിയായിട്ട് കളിപ്പിക്കുക. അപ്പോൾ ഡെയിലി ഗെയിമൊക്കെ നിങ്ങളെല്ലാവരും പെനാൽറ്റി കറക്കുക, എടുക്കുക കേട്ടോ. ആരും മറന്നു പോകണ്ട. ഓവൻ ടു പാമർ ഗൈസ്. ഓവൻ്റെ നല്ലൊരു കയറി വരുന്നുണ്ട്. ഓവൻ അടിച്ചു ഗൈസ്. അപ്പോൾ ഓവൻ അടിച്ചിട്ടുണ്ട്. എന്തായാലും ഓവനെ വെച്ചിട്ട് അടിച്ചു വിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ അവർ ഓൾറെഡി ഒരെണ്ണം അടിച്ചു. നമ്മൾ 2 ഷോട്ട് അടിച്ചിട്ട് അത് കയറിയില്ല. അതാണ് ഏറ്റവും രസം. സ്ക്രിപ്റ്റിംഗ് ആണ് മച്ചാനെ. സുവാരസ് ടു റിക്യുപ്പൈ, ബെക്കംബർ ടു നമ്മുടെ റോബർട്ടോ കാർലോസ് ടു ഗ്രീസ്മെൻ ടു നമുക്ക് നോക്കാം. വീണ്ടും റോബർട്ടോ കാർലോസ് ടു കിട്ടിയിട്ടുണ്ട്. പാമർ പോയി. ഇതേതാ പുതിയൊരു പ്ലെയർ? ഓർക്കുൻ കൊച്ചുക്കോ അങ്ങനെന്തോ പ്ലെയർ ഗൈസ് കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. നല്ലൊരു ചാൻസ് ഉണ്ട് ഗൈസ്. വീണ്ടും കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ടു റിക്യുപ്പൈ, ഫോഡൻ ടു വിറ്റിൻഹ ടു കയറിയെടുത്തു. ബെക്കംബർ റിക്യുപ്പൈ ടു ജെറാഡ് ടു ബാക്ക്. അവിടെ വേണ്ട, കിട്ടി ഗൈസ്. ഗ്രീസ്മെൻ. ഓക്കെ, റിക്യുപ്പൈ മച്ചാമാരെ അവിടെ നോക്കട്ടെ. കുറച്ച് നേരം നമുക്ക് ഇട്ട് ഇവിടെ കറക്കി എടുക്കാം. ഓക്കെ, ഗായ്സ് ഇതെന്താ സംഭവിക്കുന്നത്? അടിക്കുന്ന മൊത്തം
പോവുകയാണല്ലോ. കോർണറൊന്നുമല്ല മച്ചാമാരുടെ എന്ത് സംഭവിക്കുന്നത്? 3 ഷോട്ടാണ് ഇപ്പോൾ നമ്മൾ 4ാമത്തെ ഷോട്ട് അടിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. വിക്ടർ വയ്യ ടു ജുവാന് കൗണ്ടർ ടു നമുക്ക് നോക്കാം. പാമർ ഗൈസ് ഹാഫ് ടൈം ആവും. ഇനി കുറച്ച് നേരമേ ഉള്ളൂ. മിക്കവാറും ഇപ്പം തന്നെ ഹാഫ് ടൈം ആവും. കാരണം 45 ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഗൈസ് 98 ആയിരുന്നു ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. സക്ക ടു ഫോഡൻ ടു കൊക്കു എഴുതിയത് പുതിയ പ്ലെയർ ഗൈസ്. വിറ്റിൻഹ ഫോഡൻ ടു സക്ക. ഓക്കെ, ക്ലിയർ ചെയ്ത് ബെക്കാം റിക്യുപ്പായി എടുക്കുമോ? സക്ക ഓക്കെ, ബെക്കാം ഗൈസ് ഇത് സെറ്റായിട്ടുണ്ട്. മെസ്സി ടു റിക്യുപ്പായി. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും പോയി റൂബൻ ഡയസ്. സക്ക ടു ഫോഡൻ ടു വെരോൺ ടു ഒർക്കുൻ വെരോൺ ഗൈസ്. കുറേ പുതിയ പ്ലേസ്. സലിബ ഗൈസ് കിട്ടിയിട്ടുണ്ട് മച്ചാമ്പേര് നല്ലൊരു ചാൻസ്. സുവാരസ് ടു ഗ്രീസ്മെൻ ടു നമ്മുടെ സുവാരസ്. അങ്ങനെ അടിക്കട്ടെ. സുവാരസ് എൻ്റെ പൊന്ന് ഗൈസ്, ഇവന്മാരിത് പണിയാക്കിയല്ലോ. എൻ്റെ പൊന്ന് ഗൈസ്, സുവാരസ് അടിച്ചിട്ടും അത് ഗോളി ഇവന്മാരെ വിക്ടറാട്ടോ ഗൈസ്. ഇവന്മാർ ഇതൊരു കോസ്റ്റർ ഇറക്കിയിട്ടില്ല, സബിൽ വെച്ചേക്കുവാണ്. എനിക്കൊന്ന് ലാസ്റ്റ് ടൈമിലെങ്കിലും ഇറക്കും. നമുക്ക് നോക്കാം. കഫു ടു റിക്യുപ്പൈ ടു നമ്മുടെ കഫു ടു മെസ്സി. ഓക്കെ, മെസ്സിയുടെ ഷോട്ട് ഗൈസ്. അപ്പോൾ 57 മിനിറ്റിൽ നമ്മുടെ മെസ്സി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിൽ മെസ്സിയുടെയാണ് തുടക്കം ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മളൊരു 6 ഷോട്ടെങ്കിലും അപ്പോൾ അടിച്ചിട്ടുണ്ട്. 5-6 ഷോട്ട് അടിച്ചിട്ടുണ്ട്. അതിൽ ഒന്നും പോലും കയറിയിട്ടില്ല. കുറച്ചെണ്ണം 3 എണ്ണത്തോളം പോയി, ഒരെണ്ണത്തോളം അങ്ങനെ പോയി. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം ഗൈസ്. കുറേ പേര് ഇപ്പോൾ ഈ ഒരു പ്രശ്നം പറയുന്നുണ്ട്, നമ്മുടെ ഗോളി ഒന്നും 100-ന് മേളിൽ കയറുന്നില്ല. അപ്പോൾ ഡബിൾ ബൂസ്റ്റർ യൂസ് ചെയ്തിട്ട് കയറുന്നില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും 100-ന് മേളിൽ കയറ്റിയിട്ട് റെഡിയായവരുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം കമൻറ്റ് സെക്ഷൻ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഡബിൾ ബൂസ്റ്റർ യൂസ് ചെയ്തിട്ടവരെ മാറുന്നില്ല ഗൈസ്. അപ്പോൾ ബാക്കോട്ട് അടിച്ചിട്ടുണ്ട്. ബെക്കാം ടു റിക്യുപ്പൈ ടു. ഓക്കെ, ഗ്രീസ്മെൻ ടു സുവാരസ്. അടിച്ചോ. സോ ഈ വിക്ടർ ബൈ സീനാണല്ലോ ഗൈസ്. ഇപ്പോൾ ഈ ഗോളിയൊക്കെ കുറച്ച് സീനായി വരുന്നുണ്ട് കേട്ടോ. പാമർ ടു ലാംബേർഡ് ഉണ്ടായിരുന്നു ഇവന്മാർക്ക് ഗൈസ്. അപ്പോൾ സലീബ ഡയസ് വെരോൺ ടു സക്ക മച്ചാമാരെ നോക്കാം. ഫോഡൻ ടു ബാക്ക്. ഓക്കെ, റിക്യുപ്പൈ ടു ജെറാഡ് ടു ബെക്കാം ടു മെസ്സി ടു റിക്യുപ്പൈ ടു വെരോൺ ടു ഗൈസ്. നല്ലൊരു ക്രോസ് കേട്ടോ. എടാ ജെറാഡ് ഗൈസ് എടുത്തിട്ടുണ്ട്. ജെറാഡ് ടു ബെക്കാം ടു റിക്യുപ്പൈ ടു ബെക്കാം മച്ചാമേരെ. ജെറാഡ് ടു റിക്യുപ്പൈ ടു ബെക്കാം. സുവാരസ് അണ്ണൻ നോക്കട്ടെ ഗൈസ്. ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യാൻ ഗൈസ്. റൂബൻ ഡയസ് മച്ചാമാരുടെ നല്ല ചാൻസ് കിട്ടുന്നുണ്ട്, പക്ഷെ അനങ്ങാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്ലെയർ. ഫ്രാങ്ക് ലാംബാർഡ് ടു വെരോണ് ഗൈസ്. ഇവന്മാർ ഓൾറെഡി പൊസിഷൻ അതൊന്ന് കളിക്കുന്നത്. അതാണ് ഇങ്ങനെ നന്നായിട്ട് ക്ലൂ ആട്ടോ ഗൈസ്. ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നമ്മുടെ ക്ലൂ ആട്ടിൻ്റെ. അപ്പോൾ മാനേജർ അത്യാവശ്യം നല്ല മാനേജർ ആട്ടോ ഗൈസ്. മാനേജർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം. ഗ്രീസ്മാൻ ടു സുവാരസ്. സക്ക കയറി വന്നല്ലോ ഗൈസ് പകുതി വഴിക്ക്. മച്ചാമാരെ ലാംബാർഡ് നമുക്ക് ഒരു ഗോളും കൂടെ അടിക്കണം. ഡിവിഷൻ പ്രൊമോഷൻ ആവാനുള്ളതാണ്, ഡിവിഷൻ 2. എന്തായാലും മച്ചാമാരെ നമുക്ക് നോക്കാം ഗൈസ്. ഓൾറെഡി നമ്മൾ റിയൽ സഞ്ജു എന്ന് പറയുന്ന ചാനലിൽ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പം റാങ്ക് പുഷ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഞാൻ പോളിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ റാങ്ക് പുഷ് ചെയ്യാൻ പറഞ്ഞു. മച്ചാമാരെ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. റിക്യുപ്പൈ ടു ഡേവിഡ് ബെക്കാം ടു മെസ്സി ടു വീണ്ടും ബെക്കാം ടു മെസ്സി. ഓക്കെ, എടുത്തിട്ടുണ്ട് ഗൈസ്. എടാ ഇവിടെ ഗ്രീസ്മാനൊക്കെ ഉണ്ടായിരുന്നു. ഓഫ് സൈഡ് ഗൈസ് ശ്രദ്ധിച്ച് കൊടുത്താൽ മതിയായിരുന്നു. ഓൾറെഡി ഗ്രീസ്മാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഓഫ് സൈഡ് ആവില്ലായിരുന്നു, പക്ഷേ നോക്കി കളിച്ചാൽ മതിയായിരുന്നു. നല്ല കാർഡാട്ടോ ഗൈസ്. ഗ്രീസ്മാൻ്റെ ഈ ഒരു കാർഡ് നല്ല അടിപൊളി കാർഡാണ്. പിന്നെ മച്ചാമാരെ ഓൾറെഡി നമ്മുടെ ഈ വരുന്ന വ്യാഴാഴ്ച ഒരു കിഡിലൻ അപ്ഡേറ്റ് ആയിരിക്കും. നിങ്ങൾക്കറിയാം കുറേ പാക്കുകളെല്ലാം പോവാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഉണ്ടാകും. അപ്പോൾ എന്തായാലും നമ്മുടെ റിയൽ സഞ്ജു ചാനലിലായിരിക്കും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. എടാ ഇതെന്താണിത്? പെഡ്രി ഗൈസ്. അപ്പോൾ പെഡ്രി ഫൗൾ ചെയ്തിട്ടുണ്ട്. കഫു ടു ടോണി ആഡംസ് ടു ജെറാഡ് ടു നോക്കട്ടെ മച്ചാമാരെ. ഓക്കെ, സെർജിൻഹോയ്ക്ക് എത്തിയിട്ട് വലിച്ചടിച്ചാൽ മതിയായിരുന്നു. നമ്മൾ ഈ അടിക്കെത്തിയാണ് പ്രശ്നം. ബെക്കാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. സ്റ്റോയിച്ച്കോവ്. എടാ അതെന്തിനാ അവിടെ പാസ് കൊടുത്തേ? ഓക്കെ, ഡെനിസ്ലോ മെസ്സി. ഓക്കെ, മെസ്സിൻ്റെ ഒരു ഷോട്ട് നമുക്ക് നോക്കാം. ഇതിപ്പം മെസ്സി ഓക്കെ. ഒർക്കുൻ കൊക്കു ഇതൊക്കെ ഏതാ പ്ലെയർ മച്ചാമാരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാച്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ ഷോട്ട് അടിച്ചു, പക്ഷെ ഗോൾ അടിക്കാൻ പറ്റില്ല. മാൻ ഓഫ് ദ മാച്ച് മെസ്സി ആയിരിക്കും. അപ്പോൾ മച്ചാമാർ ഇന്നത്തെ മാച്ചിൽ എനിക്ക് തോന്നുന്നു
കൂടുതൽ അടിച്ചുകൊണ്ട് നമ്മുടെ ഓപ്പോണന്റ് ലോസ് ആയിട്ടെന്ന് തോന്നുന്നു അവന്മാർ പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള മച്ചന്മാർ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഉടനെ തന്നെ ഈ ഒരു ചാനൽ ലൈവ് ഒക്കെ ഞാൻ എന്താ പറയുക ഒരു ആപ്പ് സെറ്റ് ആക്കുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, അതൊരു ബ്ലാക്ക് സ്ക്രീൻ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ നമ്മൾ ലൈവ് വെക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.